ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞാൻ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്നത്തെ ഒരു ദിവസം വീട്ടിലെ ഒരു ദിവസം ഇങ്ങനെ വെറുതെ കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ നമ്മളിപ്പോൾ നീച്ചിട്ടുള്ളൂ, നല്ല ലേറ്റ് ആയിക്കണേ. അപ്പോൾ നേരം 8:45 9:15 നമുക്കൊരു ക്ലാസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഡ്രൈവിംഗ് ക്ലാസ്. അതെന്നും ഉണ്ടാവും, സ്ഥിരം ഉണ്ടാവും. അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതിന് പോകുന്നതിൻ്റെ മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം ഇനി എന്തെങ്കിലും ചെറുങ്ങനൊന്ന് കഴിച്ചിട്ട് പോവാന്ന് കരുതി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി കാണിച്ചു തരാം. ഞാനൊരു ഡാർക്ക് ഫാൻറ്റസി എടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോകുമ്പോൾ ഇത് കഴിക്കാം. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഡ്രൈവിംഗ് ക്ലാസ്സിലെത്തി. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഒരു ബമ്പർ കോമഡി ഉണ്ടായി. ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് പോരുന്ന ടൈമിൽ വണ്ടീൻ്റെ എണ്ണ പറ്റ കഴിഞ്ഞു. ഒന്നാമത് ഞാൻ ഇത് കാണാത്ത മീറ്റർ ഫ്യൂലും ആ ഒരു സിമ്പിൾസ് ഒന്നും കാണാത്ത വണ്ടി എടുത്തിരുന്നത്. എന്നിട്ട് വണ്ടീൻ്റെ എണ്ണ കഴിഞ്ഞാണ്ട് ഞങ്ങൾ പോരുന്ന ടൈമിൽ ഒരു ചെക്കൻ്റെ കൈയൊക്കെ കാട്ടിങ്ങാണ്ട് ഓൻ്റെ വണ്ടി നിർത്തിച്ചു. എന്നിട്ട് ഓൻ്റെ വണ്ടീൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇപ്പം ഞാൻ വണ്ടി ഓഫാക്കിയപ്പോൾ വണ്ടി പിന്നെ ഓണാവണില്ല. ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് അങ്ങാടിയിൽ. എന്തായാലും ഉന്തി തള്ളി ഇങ്ങോട്ട് നിർത്തിയിട്ടിരിക്കണം. നമുക്ക് ഇവിടുന്ന് ഒരു കുപ്പി വാങ്ങിച്ചിട്ട് വേണം പെട്രോൾ പമ്പിൽ പോവാനേ. എന്തായാലും ഭയങ്കര ഷോകല്ല ദിവസം. എൻ്റെ കൂട്ടുകാരത്തി വാങ്ങിക്കാൻ പോയിക്കണേ. അയ്യോ, ഇനി എന്താ കാട്ടത്, എങ്ങനെ ഓണാക്കാന്ന് പോലും അറിയില്ല. ഞാൻ കുറേ മറ്റേ ഇതൊക്കെ അടിച്ചു നോക്കി ഈ സാധനം, പക്ഷെ അതൊന്നും ആവണില്ല. ഓണാവണമൊന്നുമല്ല. പട്ടികളൊക്കെ ഉണ്ട്. വേഗം വാ, മണ്ടി വാ. ആരോ പെരയിൽ കയറി കുപ്പിയൊക്കെ വാങ്ങിച്ച്. ഇത് ഓണാവണില്ല. ഇതൊന്ന് ചാട്ടാക്കി നോക്കാം, പിടിച്ചു നോക്ക്. ഞാനൊന്ന് ചാട്ടാക്കി നോക്കട്ടെ. കുപ്പിട്ടി എത്ര നല്ല കുട്ടികൾ. ഇതാണ് കേരളം. കേരളത്തിന് ഇതാണ് സ്നേഹമാണ് നിങ്ങൾ കാണുന്നത്. ഒരു പ്രശ്നം വന്നാൽ എല്ലാവരും ഒത്തുണ്ട്. ഗൈസ്, നമ്മൾ ചെക്കിന് പോയി. നമ്മളെ വണ്ടിൻ്റെ എണ്ണ ഇത് കാണിച്ചു കൊടുത്താൽ ഞാൻ കാണിച്ചു തരാം. സംഭവം കണ്ടോ, വറ്റികൾ കാണുന്നുണ്ടോ അറിയില്ല, നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. എന്തായാലും ഇത് കാണിച്ചു കൊടുക്കാം. അയ്യോ, കോമഡി ആയി. ഫുള്ള് കമ്മയത്ത് ആ എണ്ണൻ്റെ വില നിങ്ങൾക്ക് നല്ലോണം അറിയാം. തുള്ളി പായാക്കരുത്, ഒക്കെ കുലിക്കിട്ടോ. അങ്ങനെ നമ്മൾ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട്. രാവിലത്തെ കടി. നമ്മൾ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചാൽ വന്നതാണ്. അങ്ങനെ നമ്മൾ പൊറാട്ടയും ചായയും കുടിക്കാൻ പോവുകയാണ്. വിശക്കുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, അത് കഴിച്ചിട്ട് വരാം. മുടിച്ചോ ചായ? വേണ്ട, ഇനി വേണ്ട, പൊറോട്ട ഒന്നും വേണ്ട. നോട്ടെ അതിന് എപ്പോഴാ ഗായ്സ്? അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. വയറൊക്കെ ഫുള്ളാക്കിക്കാണ്ട് കുറച്ച് നേരം ഇരുന്ന് അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ, നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ തിരുമ്പാനുണ്ട്. 2 ദിവസത്തെ ഉണ്ട്. അപ്പോൾ അതൊന്നും തിരുമ്പിയിട്ടില്ല. കണ്ടോ, ഇവിടെ വെച്ചിട്ടുണ്ട്. അത് തിരുമ്പണം. പിന്നെ ഇത് ഫസ്റ്റ് എടുക്കട്ടെ. അവിടെ നിന്ന് അങ്ങനെ നമുക്ക് ഈ ബക്കറ്റിൽ കൊണ്ടുപോയിടാം. ഓക്കെ, നമ്മൾ തിരുമ്പണം. OMG, ഇതിൽ ഓൾറെഡി ഡ്രസ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യും? സീനില്ല. നമ്മൾ ഫസ്റ്റ് ആദ്യം അത് ക്ലിയർ ആക്കട്ടെ, എന്നിട്ട് നമുക്ക് നമ്മളെ ഈ ഡ്രസ്സ് ക്ലിയർ ആക്കാം. ഓക്കെ,
ഗായ്സ് ഭയങ്കരമായ ഭയങ്കരമായ നോക്കൂ ഭയങ്കരമായ അല്ല കാറ്റിന്നിട്ടടിക്കണതാ. ഫുൾ ഓഫ് കോമഡി ആയി. എന്താ വെച്ചാൽ ഇപ്പം മഴ പെയ്തല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് കറണ്ട് പോയി, പോസ്റ്റ് പൊളിനാടിക്കാണ് അത്ര. ഇൻവേർട്ടർ ഫുൾ ഓഫായി, ആകെ ശോകത്തിലാണ് ഗൈസ്. ഇനി എന്ത് ചെയ്യും? വെള്ളമാണെന്നുണ്ടെങ്കിൽ കയ്യും ചെയ്തിരിക്കണം, മോട്ടർ ഇട്ടിട്ടില്ല. അപ്പോൾ ഗൈസ് സംഭവം ഇന്നലെ ഞാൻ കുറച്ച് വീഡിയോ ഷൂട്ടാക്കിട്ടോ. അതിൻ്റെ ഇടയിൽ മഴയൊക്കെ പെയ്തുങ്ങാണ്ട് ഫുള്ള് കറണ്ട് കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഷൂട്ടാക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ ലേറ്റ് കാര്യങ്ങളില്ല, പിന്നെ വെള്ളമൊക്കെ കഴിഞ്ഞാണ്ട് ഭയങ്കര ശോകമായിരുന്നു. അപ്പോൾ പിന്നെ ഇന്നലെ ഞാൻ ഫുള്ളാക്കില്ല വീഡിയോ. പക്ഷെ ഞാൻ ഇന്ന് അതിൻ്റെ ബാക്കി എടുക്കാമെന്ന് കരുതി. ഞാൻ ഇന്നലെ ഉച്ച വരെയാണല്ലോ എടുത്തേക്കണത്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ളത് അങ്ങോട്ട് എടുക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം നേരം 2 മണിയൊക്കെ ആയിക്കും. കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. മീറ്റൊക്കെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കും കൂടെ ഫുഡ് കഴിക്കാം. ഓക്കെ, എന്തൊക്കെയാണെന്ന് സ്പെഷ്യൽ കാണിച്ചു തരാം. എൻ്റെ സ്പെഷ്യൽ ചോദിച്ചാൽ വെറുംചോറുണ്ട്, പിന്നെ അതേപോലെ ഇതെന്ത് കറിയമ്മ? വെള്ളരിക്ക കറിയാ, അതാണ് തോന്നുന്നത്. പിന്നെ ഇതൊക്കെ പേശുപ്പേരി, ചിക്കൻ കറി ഉണ്ട് കുറച്ച്, പിന്നെ മീൻ വറുത്തതും ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി കഴിച്ചു നോക്കട്ടെ എന്താ അവസ്ഥ നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. സ്പെഷ്യലൊന്നല്ല, എന്നാലും എടുത്തുകൊണ്ട് സൂപ്പർ. ആണും ചോറിൻ്റെ അത്ര ഒക്കൂല വേറൊന്നും. അപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഗൈസ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി എന്താ നെക്സ്റ്റ് പരിപാടി ചോദിച്ചാൽ നമ്മളെ ദിലീപേട്ടൻ്റെ മീശമാധവ് എന്ന് പറഞ്ഞ മൂവി കാണുകയാണ്. എന്നും ഉച്ചയ്ക്ക് അങ്ങനെ തന്നെ കേട്ടോ. നമുക്ക് എന്താ പറയുക, ഇങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് കടന്നുറങ്ങും, അല്ലാന്നുണ്ടെങ്കിൽ മൂവി കാണും. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ മൂവി കാണാമെന്ന് കരുതി. ഉറക്കം വന്നാൽ അതിൻ്റെ ഇടയിൽ ഉറങ്ങും ചെയ്യും കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും വൈകുന്നേരം കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ മൂവിയൊക്കെ കണ്ട് കഴിഞ്ഞാണ്ട് എണീച്ച് ഒക്കെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറത്ത് വന്നപ്പോൾ നല്ലൊരു മനോഹരമായിട്ടുള്ള കാഴ്ച എന്താണെന്ന് വെച്ചാൽ എന്നത്തെയും പോലെ മഴ, കാറ്റ് ഇതന്നെയാണ്. ഇപ്പോൾ ഒരു കുറച്ച് അടുപ്പിച്ചൊരു 3-4 ദിവസമായിട്ട് ഫുള്ള് മഴ, നിൽക്കാണ്ട് മഴ പെയ്യാം. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ നമുക്ക് പകുതി വീഡിയോ എടുക്കാൻ പറ്റിയത്. ബാക്കിയുള്ള ടൈമിൽ കറണ്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഒരു 5 മണിയായിക്കോട്ടോ, അതിൻ്റെ ഒരു അവസ്ഥയാണ്. 5 മണി അതിൻ്റെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ, മഴ. അതിൻ്റെ ഇടയിൽ മഴ ആയതുകൊണ്ട് ഉമ്മ നല്ല കട്ടൻ ചായയും അതേപോലെ ചിപ്സ് മിക്സർ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കട്ടൻ ഫാനാണ് കേട്ടോ. ഞാൻ ഒന്നാമത് ഭയങ്കര അഡിക്റ്റാണ് ചായക്ക്. ഞാനെന്നും രാവിലെയും വൈകുന്നേരം ചായ കുടിക്കും. അതും ചില നേരത്ത് 2 ഗ്ലാസ് കഴിച്ച് കുടിച്ചിരുന്നു. പിന്നെ എല്ലാവരും പറയും അത്ര ചായ കുടിക്കണം നല്ലതല്ല എന്നൊക്കെ പറയുന്നതുകൊണ്ട് അത് 1 ഗ്ലാസ് ആയിട്ട് ചുരുക്കിയിട്ടുണ്ട്. എനിക്കെന്താവോ ചായ കുടിച്ചാൽ ഭയങ്കര റിലാക്സ് ആയിട്ടുള്ളൊരു ഫീലാണ്. എന്തായാലും എൻ്റെ ഫ്രണ്ട്സിനൊന്നും ഇഷ്ടമല്ല ചായ ഒന്നും. പക്ഷെ ആ കൂട്ടത്തിൽ ഞാൻ മാത്രമുള്ളൂ കുടിക്കുക. ചിലർക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല ചായ ഒന്നും കുടിക്കണം. നിങ്ങൾ അത് കേട്ടിട്ട് തള്ള വൈബാണെന്നൊന്നും പറയരുത് കേട്ടോ. അത് ഓരോരുത്തർ ഇഷ്ടമല്ലേ. ചിലവർക്ക് ചായ കഴിക്കാൻ പറ്റുക, ചിലർക്ക് ജ്യൂസ് ആവാൻ പറ്റുക. എന്തായാലും നല്ല മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് നല്ലൊരു കട്ടനടിക്കാം ഗൈസ്. ഇത് കുറച്ച് മതി. ഓ എജ്ജാതി നല്ല കട്ടനും നല്ല മഴയും. നല്ല മധുരമുണ്ട്. ചിപ്സ് തണുത്തിക്കണോ റോൾസ് ഇല്ല, ചെറുങ്ങാൻ തണുത്തിക്കണം, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആക്കാം. അപ്പം എന്തായാലും ചായ ഒക്കെ കുടിക്കട്ടെ, മഴയൊക്കെ ആസ്വദിച്ചങ്ങാണ്ട്. ഉമ്മ വരുന്നുണ്ട്. ഉമ്മ ഇന്നലെ അമ്മക്ക് ഭയങ്കര ഇതായിക്കണം, മഴ പെയ്തിട്ടേ മോട്ടർ ഒന്നും ഇടാൻ പറ്റിയില്ല, കറണ്ട് പോയതുകൊണ്ട്. ഇവിടെ വെള്ളമൊക്കെ കഴിഞ്ഞ് ആകെ ശോഭിച്ചിട്ടായിരുന്നു. ഉമ്മ ഒന്ന് നേരത്തെ കണ്ട് എന്താ കാട്ടിയ മോട്ടർ ഇട്ടോ? കറണ്ട് പോയോ? കുറച്ച് നേരം ഇട്ടിട്ട് അപ്പം കറണ്ട് പോയി. എന്തായാലും ചായ കുടിക്കണം കേട്ടോ വൈസ്.
മഴയത്തൊരു യാത്ര പോയല്ലോ എന്നിട്ടല്ല വെറുതെ കൊണ്ടമ്മ ഫോണതാ. മഴ ആസ്വദിച്ച് നടക്കണം. മഴ മരുന്നുണ്ടോ ഉണ്ടോ? ഇങ്ങനെ ഇങ്ങനെ മണ്ട ഇങ്ങനെ പിടിച്ചിങ്ങാണ്ട് ഉണ്ടല്ലോ ഉമ്മല്ല അത്ര. ഓ ഇമ്മക്ക് ഭയങ്കര കുറവ് ഉണ്ടോ? ഇല്ല മഴ ഉള്ളതെല്ലാം മടിയായിട്ടില്ലേ? ഇന്ന് എനിക്ക് കുട വേണ്ട, ഞാൻ മഴ ഉണ്ടിട്ട്. മഴ കൊണ്ടാൽ പനി വരും, ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് കൊണ്ടുപോകില്ല, അതാണാ പറയുന്നത്. നല്ല രസമുണ്ട്. ഇതാണ് നമ്മളെ വീടിൻ്റെ ഒരു ഫുൾ വ്യൂ. എന്താ കുറേ ആൾക്കാർ ഹോം ടൂർ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിങ്ങാണ്ട് കമൻറ്റ് ഇട്ടിക്കണേ, പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിക്കണേ. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്കതിനുള്ളൊരു സാഹചര്യം ഒത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് ക്യാമറ ഞാൻ പിടിക്കണം, പിന്നെ അതേപോലെ വീടിൻ്റെ ഹോം ടൂർ ചെയ്യുമ്പോൾ എക്സ്പ്ലനേഷൻ ഞാൻ തരണം. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ നമുക്ക് ക്യാമറ പിടിക്കാൻ ഒരാൾ വേണം. നമ്മൾ ഫ്രണ്ട്സൊക്കെ കുറച്ച് ബിസി ആയതുകൊണ്ടും നമുക്ക് പിന്നെ വീട്ടിൽ പണി കാര്യങ്ങളൊക്കെ നടക്കണോണ്ട് ഇപ്പോൾ കണ്ടോ ഇതൊക്കെ ഇപ്പോൾ തേച്ചിട്ടുള്ളൂ. നമ്മൾ ഗേറ്റ് ഫസ്റ്റ് ഇവിടെ ആയിരുന്നു, എന്നിട്ട് പിന്നെ അവിടെ പൊളിച്ചിങ്ങാണ്ട് അവിടെ ആക്കിങ്ങാണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടി. പിന്നെ അതേപോലെ അകത്ത് കണ്ടോ ഇവിടെ കുറച്ച് പൊളിച്ചിങ്ങാണ്ട് ഇവിടെ വേറെ വാതിൽ ജനലൊക്കെ വെച്ചിരിക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടീസ് നടക്കുകയാണ്. പിന്നെ പേജ് കാര്യങ്ങളൊക്കെ അടിക്കണം നമ്മൾ. അപ്പോൾ അതിൻ്റെതൊക്കെ ആയിട്ടുള്ള ഒരിതിലായിരുന്നു. എന്തായാലും പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കലൊന്നും നടക്കൂല, ഹോം ടൂറൊന്നും ചെയ്യല്. അപ്പോൾ എന്തായാലും പോണിൻ്റെ മുന്നേ ഇൻഷാ അല്ലാഹ് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിലും സാഹചര്യം ഒത്തുവരികയാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്തായാലും ഹോം ടൂർ ചെയ്യും. ഇപ്പം എന്തായാലും ഇമ്മമ്മ വിളിച്ചിക്കണമ്മ ഇമ്മമ്മ ഇപ്പോൾ അവിടെ ചായക്ക് കടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്ര. അപ്പോൾ ചെല്ലാൻ പറഞ്ഞേക്കണം, എന്താന്ന് നമുക്ക് ചെന്ന് നോക്കാം. ഓക്കെ, സ്പെഷ്യലാണോ ഉമ്മ? എന്താ കടി? നെയ്യപ്പുണ്ട് ഇത്ര. അപ്പോൾ ഗൈസ് നമുക്ക് അവിടെ ചെന്ന് നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ അമ്മമ്മാൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഗൈസ് അങ്ങനെ നെയ്യപ്പം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയതാ? കൊച്ചു കള്ളി. ഗൈസ് അങ്ങനെ അമ്മമ്മ ഇതാ നെയ്യപ്പം ചായയൊക്കെ കൂട്ടിങ്ങൾ കഴിക്കണ്ട്. ഉഷാറാ? സൂപ്പറാ? സൂപ്പറാണ് ഇത്ര. എന്ത്? ഒന്നും കൂടെ പറയും. നിങ്ങൾ ചുട്ടോണ്ട് നിങ്ങൾ സൂപ്പർ എന്ന് പറയുന്നു. അതെ, എന്തായാലും ഞാൻ കഴിച്ചോക്കട്ടെ. ഓക്കെ, എന്ത് നെയ്യപ്പം? ഓഫ് എജാതി ഫീലല്ലേ. ഞാൻ കഴിച്ചോക്കട്ടെ, ഞാൻ പരിക്കൊണ്ടുപോവാ. ബൈ. നമുക്കിനി വീട്ടിലോട്ട് പോവാം. ഇത് ഉമ്മാക്ക് കൊണ്ടേ കൊടുക്കാം. ഞാൻ മിക്കവാറും ഈ മഴയത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നങ്ങാണ്ട് എനിക്ക് പനി വരും. അത് അവിടെ എന്തെങ്ങനെ പോകാം? OMG. റോഡാണ് ഗൈസ്, റോഡിൽ മേലെ വണ്ടി വന്ന അങ്ങോട്ട് ചാവും ഉണ്ടാവില്ല. ഇമ്മ ചിരിക്കണം അവിടെ ഇരുന്ന് കണ്ട്. വണ്ടി വന്നാലേ പൊലിവൊക്കെ അങ്ങോട്ട് നിക്കുന്നറിയും. ഇതമ്മ നെയ്യപ്പം വേഗം പിടിച്ച്. ഒരു കോമഡി ഉണ്ടായി. ഞാൻ കൊടൊന്ന് ബാക്കൊക്കെ തിരിച്ചതാണ്. അതിൽ മറ്റേ ഈ ചെങ്ങലുണ്ടല്ലോ, ഈ വെള്ളം വരുന്ന സാധനം, അത് കുടമൊന്ന് കുടുങ്ങി. ഇത് പിന്നെ എങ്ങനെ എടുക്കും? കിട്ടണ കിട്ടി. ഓക്കെ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ അറിയില്ല, ബാങ്കൊക്കെ കൊടുക്കണുണ്ട്. അപ്പം എന്തായാലും ഈ രാത്രിക്കാണ്. ഓക്കെ, എന്നാൽ രാത്രി ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ രാത്രിക്കൊക്കെ ഇല്ല ഡിന്നർ ഉണ്ടാക്കണം. അപ്പോൾ എന്താ വെച്ചാൽ സ്പെഷ്യൽ സംഭവമാണെന്ന്. രാത്രി ആരും ചോറ് കഴിക്കാത്തതുകൊണ്ട് നമ്മൾ കരുതി നമുക്ക് ഷവർമ്മ ഉണ്ടാക്കാം, ഹോം മെയ്ഡ് ഷവർമ്മ. അതും എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഷവർമ്മ. അപ്പോൾ അത് നമ്മൾ കാബേജ്, ക്യാപ്സിക്കൽ, മുട്ട, പിന്നെ അതേപോലെ നമ്മൾ ചിക്കന് കുക്കറിലിട്ട് വേവിച്ചങ്ങാണ്ട് പിന്നെ കുരുമുളകും ഉപ്പും പിന്നെ മഞ്ഞപ്പൊടി കുറച്ചിട്ടുങ്ങാണ്ട് വേവിച്ചങ്ങാണ്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തേക്കണം. പിന്നെ ഇത് തൂമിനുള്ള സംഭവങ്ങളൊക്കെ ഇട്ടത്, കെച്ചപ്പ്, പിന്നെ റൊട്ടി ഉണ്ടാക്കാൻ പാല്, അങ്ങനെ കുറച്ച് സംഭവമുണ്ട്, മൈദൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഡിന്നറാണ് ഉണ്ടാക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം.
അങ്ങനെ നമ്മൾ മാവൊക്കെ കുഴച്ചിങ്ങാണ്ട് മറ്റേ ചട്ടീൻ്റെ ഉള്ളിലാക്കിങ്ങാണ്ട് നനഞ്ഞ തോർത്തുമുണ്ട് പുറത്തു കൂടെ വിരിച്ച് കൊടുത്തേക്കണം നമ്മൾ. ഓക്കെ, അപ്പം ഇനി അതിങ്ങനെ പൊങ്ങി വരും. ഇത്ര ഒന്നുമില്ല, ഇത്ര ഉള്ളാവും കേട്ടോ. ഇങ്ങോട്ട് പൊങ്ങി വന്നിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഓപ്പൺ ആക്കും. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് നമ്മൾ ക്യാപ്സിക്കം കട്ട് ചെയ്യാണ്ട്, പിന്നെ അതേപോലെ ക്യാരറ്റ് കട്ട് ചെയ്യാണ്ട്. ക്യാരറ്റ് അവിടെയാണ്, അത് എടുക്കണമെങ്കിൽ. ക്യാബേജ് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കണേ. ചിക്കനൊന്ന് എന്താ ഇങ്ങനെ പിച്ചിങ്ങാണ്ട് ഇടണം. അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടി എടുക്കുന്നുണ്ട്. അപ്പം നീ ആ ഉണ്ടാക്കണ ഒരു രംഗം കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ തൂമിലുള്ള പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഉണ്ടാക്കാൻ അറിയാത്തത് കൊണ്ട് ഇമ്മയാണ് ഉണ്ടാക്കി തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തൂമിലുള്ള പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു 10 ഇല്ലി എന്താ പറയുക ചെറിയ ഉള്ളി അല്ലെ എന്താ വെളുത്തുള്ളി. അപ്പോൾ അതിടണം. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്ന് 2 മുട്ടൻ്റെ വൈറ്റ് കൊടുത്തുങ്ങാണ്ട് ഇതൊക്കെ ഇടണം. ഓക്കെ, ബക്കറ്റിലുണ്ടാവും. അങ്ങനെ നമ്മൾ മുട്ട പൊട്ടിച്ചുങ്ങാണ്ട് അതിടണം. അതിന്റെ വെള്ളം മാത്രമല്ല ഫുൾ ഇടണോ? ഓക്കെ, എത്ര വേണം? 2 എണ്ണോ? റൈസ്, കുറച്ച് ഉപ്പ്. ഇനി എന്തമ്മ സൺഫ്ലവർ ഓയിലോ? അതാ സൺഫ്ലവർ ഓയിൽ അവിടെ. അങ്ങനെ നമ്മൾ ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ചാണ് നീക്കാം. അപ്പോൾ ഇതാ ചിക്കന് എന്താ ഇതാക്കി വെച്ചിരിക്കണേ. ഇത് നമ്മൾ ഫസ്റ്റ് ഇതിലോട്ട് ഇടുന്നു. ഓക്കെ, കഴിച്ച ഒരു കോമഡി ഉണ്ടായി. ഞാൻ വലിയ വിളങ്ങാണ്ട് ക്യാപ്സിക്കനൊക്കെ വലിയതൊക്കെ കട്ട് ചെയ്തതാ. എന്നിട്ട് പിന്നെ പറഞ്ഞേ എന്താ അത് ഇങ്ങനെ കട്ട് ചെയ്തിക്കണെന്നൊക്കെ ചോദിച്ചു. ഇട്ട് മട് വേഗം വശക്കുണ്ടോ കോമഡി. അത് ഞാൻ കട്ട് ചെയ്തതല്ല. ഇതിലൊക്കെ ഉള്ളേക്കാരല്ലേ. എല്ലാ വെജിറ്റബിൾസും ഇങ്ങനെ ഇട്ടു. ഇനി കുറച്ച് ഉപ്പും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഉപ്പിടണം. ഉപ്പുണ്ടവിടെ. നമ്മൾ കുറച്ച് ഉപ്പ് പറയുമ്പോൾ കുറച്ച് ഇതൊക്കെ നമ്മൾ ശരാശരി കണക്കാട്ടോ. കൈയൊക്കെ വൃത്തിയാക്കിക്കണേ. ഇനി കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഇത് കൈയൊന്നും കീക്കിയിട്ടില്ല എന്നൊന്നും പറയണ്ട. നമ്മൾ പുറത്തുള്ളവർക്കൊന്നല്ല, നമ്മൾ വീട്ടിലുള്ളവർക്കിനെ. അതുകൊണ്ട് വലിയ പ്രശ്നമല്ല. ഇനി എന്തായാലും നല്ല മിക്സ് ആക്കട്ടെ ഗൈസ്. അങ്ങനെ കുറച്ച് മയോണൈസ് ഇതൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഇളക്കിയിട്ടൊരു വിധാക്കണം. ഗൈസ്, ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം കുറച്ച് നേരം. തുറക്കും. ഓക്കെ, ഒന്ന് സെറ്റ് ആവട്ടെ. എന്നിട്ട് ഒരു എന്താ പറയുക, നമ്മളെ റൊട്ടിയൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ നമുക്ക് എടുക്കാം. നമ്മൾ കുബൂസൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഇത് ഉള്ളിക്കാക്കി കൊടുക്കുകയാണെ. പക്ഷെ നമ്മളെന്നും ഉണ്ടാക്കണ അത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. കുറച്ച് മയോണൈസ് ഇങ്ങനെ അടിച്ച് കൊടുക്കാം. കുറച്ച് കെച്ചപ്പ് ഇങ്ങനെ കൊടുത്തിട്ട് നമുക്കിതുപോലെ റോളാക്കാം. ഓക്കെ, റോളാക്കും. യെസ്, എന്നിട്ട് പിന്നെ കഴിക്കുക. ഗൈസ്, അങ്ങനെ നമ്മൾ തറവാട്ടിക്ക് കൊണ്ടു കൊടുക്കുകയാണ് നമ്മൾ ഉണ്ടാക്കിയ ഷവർമ്മ. ഓക്കെ, ഓരോട് എങ്ങനെയുണ്ട് അഭിപ്രായം എന്ന് ചോദിച്ച് നോക്കാം. വേറെ ആരില്ല, അമ്മമ്മ ഇപ്പം മാത്രമേ ഉള്ളൂ. ഇമ്മമ്മ അങ്ങനെ കഴിക്കലില്ല. നമുക്ക് സത്യം പറഞ്ഞാൽ ഷവർമ്മനോട് വലിയ താല്പര്യമില്ല. പക്ഷേ നമുക്ക് പപ്പാക്ക് കൊണ്ടുപോയി കൊടുക്കാം. പപ്പ ഷവർമ്മൻ്റെ ആളാണ്. ഓക്കെ, വാതിലൊക്കെ കുറ്റിട്ടിക്കണോ, ഉറങ്ങിക്കണോന്നാവോ? മമ്മ വാതിലുറക്കി. ഷവർമ്മ നിൽക്കണ പപ്പ. ഗൈസ്, അപ്പോൾ ഫുഡ് എങ്ങനെയുണ്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ സിറ്റൗട്ടിലാണ് വന്നിരിക്കണത്. അതുകൊണ്ട് കയ്യിൽ വെച്ച് കണ്ടോ കഴിക്കണേ. അപ്പോൾ അമേസിങ് എന്നൊന്നും പറയാനല്ല, അതൊന്നും ഉണ്ടാക്കണ അത്ര ഒരു പെർഫെക്ഷൻ കിട്ടിയില്ല. ചെറുങ്ങനൊന്നും ഉപ്പ് കൂടിപ്പോയി. ബാക്കി ഇടാൻ പോളിയാ സെറ്റാണ്. അപ്പോൾ എന്തായാലും ഫുള്ള് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ
അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നമ്മൾ പുറത്തൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് അധികം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കുക്കിങ്, അതേപോലെ വെറുതെ ഇരുന്നങ്ങാണ്ട് സിനിമ അങ്ങനത്തെ കുറച്ച് പരിപാടിയായിട്ട് പോകും. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മളെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ മറ്റേ ബെല്ലൈക്കണില്ലേ, അതുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്കാക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.